ഇനി എന്നും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് മാത്രം ഇങ്ങനെ വന്നല്ലോ അല്ലെ. ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നത് ഇത് മുൻകൂട്ടി അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വ്യക്തമായിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്ന് പ്രാർത്ഥിച്ചാലും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ ശരീരത്തിനകത്തും നമ്മുടെ ശരീരത്തിന് പുറത്തും മാരക അസുഖമൊന്നും വരല്ലേന്ന് എന്നും പ്രാർത്ഥിക്കുന്ന, വരി തെറ്റാതെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ന നിലയ്ക്ക് എനിക്ക് പിന്നെ എന്തുകൊണ്ടാണ് ഈ മാരക അസുഖം വന്നത്? കാരണം ഞാൻ തിരിച്ചു വരുമെന്നാണ് എന്റെ ഉറച്ച വിശ്വാസം. എന്നെ അവഹേളിക്കുന്നവര് പറയുന്ന കാര്യങ്ങൾ, പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി അത് വീണ്ടും വീണ്ടും ആസ്വദിക്കാതെ നമ്മുടെ കേരളത്തിലുള്ള നിയമ സംവിധാനങ്ങളും കുറെ പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട്, എന്തായി രേണുവിന്റെ അവസ്ഥ, നിലവിലെ കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞിട്ട്. പൊന്നു പ്രേക്ഷകരെ, രേണു സുധി ചില കാര്യങ്ങൾ, പുതിയതായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ വെച്ചു തരാം. രേണുവിന്റെ ചേച്ചി ആ ഒരു ബില്ലിനെ കുറിച്ചിട്ട് ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അതും ഞാൻ വെച്ചു തരാം. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, പൊന്നു പ്രേക്ഷകരെ, ഞാനും നിങ്ങളും നമ്മൾ രേണുവിനെ വിമർശിക്കുന്നുണ്ട്. പക്ഷേ ഞാനും നിങ്ങളും മനസ്സാലെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ അവരുടെ രോഗം എന്നേക്കുമായിട്ട് ഇല്ലാതാക്കണേ, അവരൊന്ന് തിരിച്ചു വരണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പൊന്നു പ്രേക്ഷകരോട് ഒരൊറ്റ കാര്യം പറയാം, അതായത് ഇപ്പോൾ രേണുവിൻ്റെ രോഗം പോകണം, നേരെ മറിച്ചിട്ട് അവരോട് വെറുപ്പുണ്ട്, അങ്ങനെയുള്ള എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് രോഗം എന്നേക്കുമായിട്ട് അവരിൽ നിന്ന് പോകണം. പക്ഷേ അവർ മുമ്പ് ചെയ്ത ആ ഒരു ദ്രോഹം നമുക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് രേണു പറയുന്ന കാര്യം ഞാൻ വെച്ചു തരാം. പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾ എന്നെ തെറി വിളിക്കണ്ട. ഇപ്പം എനിക്കും മരിക്കാനുണ്ട്, നിങ്ങൾക്കും മരിക്കാനുണ്ട്, നമുക്ക് എല്ലാവർക്കും മരിക്കാനുണ്ട്. അപ്പോൾ ഒരു രോഗം വന്നു അല്ലെങ്കിൽ ഒരാൾ മരിച്ചു പോയി എന്ന് പറഞ്ഞിട്ട്, അതായത് അയാൾ ചെയ്തതൊക്കെ നമ്മൾ മറക്കണമെന്നുണ്ടോ? ഇല്ല. അപ്പോൾ രേണുവിൻ്റെ രോഗം എത്രയും പെട്ടെന്ന് ഇല്ലാതാവണേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ. ഇന്ന് രേണു എന്തൊക്കെയോ പറയുന്നുണ്ട്, അതൊന്നൊന്നായിട്ട് കേട്ടിട്ട് അതിനുള്ള മറുപടി നമുക്ക് കൊടുക്കാം. ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ 5 ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ ICUലായിരുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടാണ് ഞാനിപ്പം, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരുടെ പ്രാർത്ഥന കൊണ്ട് ഞാനിപ്പോൾ തിരിച്ചു വന്ന് ഡിസ്ചാർജ് ആയി. അതുപോലെ രണ്ടാമത്തെ കീമോയാണ് കഴിഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യത്തെ കീമോയെക്കാളും കൂടുതലും ഭയങ്കരമായിട്ട് ശരീരത്തിന് ഭയങ്കര അസ്വസ്ഥത, ക്ഷീണവും ഛർദിലും ഒക്കെ ആയിരുന്നു. ഓക്കെ, ഒരു കാര്യം പറയാം, ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഈ പ്രസന്റ് ചെയ്യുന്ന എനിക്കും രേണുവിനെ കാണുമ്പോൾ പേഴ്സണലി സങ്കടം തോന്നുന്നുണ്ട്. പക്ഷേ വീണ്ടും എടുത്തു പറയുന്നുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിലപാടില്ലാത്തവനാവും. രേണുവിൻ്റെ രോഗത്തെയും രേണുവിൻ്റെ നിലവിലെ അവസ്ഥ കണ്ടിട്ടാണ് എനിക്ക് പേഴ്സണലി സങ്കടം തോന്നുന്നത്, അല്ലാതെ മുമ്പ് അവർ ചെയ്തതൊക്കെ ഞാൻ മറന്നു എന്നൊന്നും അല്ല. ഓക്കെ, ബാക്കിയും കൂടി കേൾക്കാം. വേദനകളും എല്ലാം ആയിരുന്നു. ഇപ്പം നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട്, സ്നേഹം കൊണ്ടും എന്തായാലും കുറച്ച് കുറവുണ്ട്. എനിക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ടെന്നും നേർച്ച കഴിക്കുന്നുണ്ടെന്നും വഴിപാട് കഴിക്കുന്നുണ്ടെന്നും ഒക്കെ എനിക്കറിയാം. അപ്പോൾ അവർക്കൊക്കെ എന്ത് രീതിയിലാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ എനിക്ക് 4 കീമോയും കൂടെ ഉണ്ട്. ആ 4 കീമോയും കഴിഞ്ഞ് ഞാൻ മടങ്ങി വരുമെന്നാണ് എൻ്റെ വിശ്വാസം. തിരിച്ചു വരും രേണു സുധിയെ, 100% തിരിച്ചു വരും. ഒരൊറ്റ കാര്യം രേണുവിനോട് പറയുകയാണ്, രേണുവിനെ വെളുപ്പിക്കുന്ന ചില യൂട്യൂബേഴ്സും രേണുവിനെ വെളുപ്പിക്കുന്ന ചില റീൽസ് ക്രിയേറ്റേഴ്സും പറയുകയാണ്, രേണുവെ നീ അങ്ങ് തിരിച്ചു വരത്തില്ല എന്ന്. ഇത് ഞാനല്ല പറയുന്നത്, നിന്നെ രേണുവിനെ വെളുപ്പിക്കുന്നവരാണ് പറയുന്നത്. വെളുക്കാൻ വേണ്ടിയിട്ടും കൂടുതൽ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പറയുകയാണ്, ഇന്നല്ലെങ്കിൽ നാളെ രേണു സുധി തീരുമെന്ന് രേണുവിനെ വെളുപ്പിക്കുന്നവരാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന വേണം. അതുപോലെ 4 കീമോ കഴിഞ്ഞ് ഓപ്പറേഷൻ ഉണ്ട്. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കണം. ഞാൻ ഇവിടെ കിടന്നുകൊണ്ട് ഞാൻ ആലോചിച്ചായിരുന്നു, പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, കുഞ്ഞിലെ തൊട്ടേ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ ഞങ്ങളുടെ ആരുടെ ശരീരത്തിനകത്തോ ശരീരത്തിന് പുറത്തോ ഒരു മാരക അസുഖമൊന്നും ഉണ്ടാകരുത് എന്ന് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് എന്താണ് ഇത് വന്നെന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചായിരുന്നു. ഓക്കെ രേണുവെ, കാലമാണ് രേണുവെ, പറഞ്ഞിട്ട് കാര്യമില്ല. 3 ദിവസത്തെ ദുനിയാവാണ്. ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമോന്നൊന്നും എനിക്കറിയത്തില്ല രേണുവെ, നമുക്ക് എന്ത് ചെയ്യാനാണ്, ദൈവമല്ലേ. പറയുകയാണ് രേണു, എല്ലാ ദിവസവും നിരന്തരം പ്രാർത്ഥിച്ച എനിക്കടക്കം ഈ ഒരു രോഗം വന്നു എന്നാണ് ഈ പറയുന്ന രേണു സുധി പറയുന്നത്. പൊന്നു പ്രേക്ഷകരെ, എൻ്റെ വീഡിയോ ഞാൻ എല്ലാ ദിവസവും രേണുവിൻ്റെ കണ്ടന്റ് എടുക്കുമ്പോൾ ഞാൻ ആദ്യം തന്നെ പറയലുണ്ട്, നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണ് തുടങ്ങുന്നത്. ആ രോഗം ആർക്കും വരരുത്, രോഗം എത്രയും പെട്ടെന്ന് പോട്ടെ എന്നാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേൾക്കാം. എന്നും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് മാത്രം ഇങ്ങനെ വന്നല്ലോ അല്ലെ. ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നത് ഇത് മുൻകൂട്ടി അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വ്യക്തമായിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്ന് പ്രാർത്ഥിച്ചാലും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്
നമ്മുടെ ശരീരത്തിനകത്തും നമ്മുടെ ശരീരത്തിന് പുറത്തും മാരക അസുഖമൊന്നും വരല്ലേന്ന് എന്നും പ്രാർത്ഥിക്കുന്ന, വരി തെറ്റാതെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ന നിലയ്ക്ക് എനിക്ക് പിന്നെ എന്തുകൊണ്ടാണ് ഈ മാരക അസുഖം വന്നത് ഞാൻ ചിന്തിച്ച കാര്യമാണ്. ഞാൻ ഈ കിടന്നുകൊണ്ട് ഞാൻ ആലോചിച്ച കാര്യമാണ്. രേണുവേ, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല രേണുവേ. ദൈവമല്ല എന്തായാലും രേണുവേ, ഒരു കാര്യം ഞാൻ പറയാം. ദൈവം എന്ന മഹാശക്തി ഉണ്ട് എന്നാണ്, ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുകയാണ്. ഇപ്പോൾ ഹിന്ദു, മുസൽമാൻ, ക്രിസ്ത്യൻ അങ്ങനെ ഒന്നുമില്ല. ഈ ലോകത്ത് ഒരൊറ്റ ദൈവമുള്ളോ, ആ ദൈവത്തിന്റെ പേര് മനുഷ്യമത. നമ്മളെല്ലാവരും, അതായത് ഞാനും നിങ്ങൾ, നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ പോകുന്നത് ഒരൊറ്റ ദൈവത്തിലേക്കാണെന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്. ആ സ്ഥിതിക്ക് പറയുകയാണ് രേണുവേ, നീ ഉറപ്പായിട്ടും തിരിച്ചു വരും, 100% തിരിച്ചു വരും. അതിനുള്ള സംവിധാനമുണ്ട്, പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. രേണുസുതി കാണുന്ന വീഡിയോ രേണുവിനെ വെളുപ്പിക്കുന്നവരുടെ വീഡിയോ ആണ്. അവരെന്തൊക്കെയോ പറയും നീ വെളുക്കാൻ വേണ്ടി, അതൊന്നും നീ കെയറാക്കണ്ട, തിരിച്ചു വരും. പക്ഷേ ഞങ്ങൾക്ക് വിമർശിക്കേണ്ട കാര്യങ്ങൾ ചിലത് വിമർശിക്കേണ്ടി വരുന്നുണ്ട്. ആരായിരുന്നു രേണുസുതി, ആരായിരുന്നു ബിഷപ്പ്, കിച്ചുവിൻ്റെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ, രേണുവിൻ്റെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ എന്തായാലും അതെടുത്തെടുത്ത് പറയേണ്ടി വരുന്നുണ്ട് രേണുവെ. പക്ഷേ ഞങ്ങൾ ഒരിക്കലും, ഞാനെന്നല്ല ഷെഫീന ബീവി, അതുല്, ഈ രേണുവിനെ വിമർശിക്കുന്ന ആരും, രേണുവ് രണ്ട് ദിവസത്തെ രേണു പോവും തീരുന്നൊന്നും ആരും പറയുന്നില്ല. എല്ലാവരും രേണുവിൻ്റെ രോഗം, മാരക രോഗം എന്നേക്കുമായിട്ട് ഇല്ലാതാവണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ബാക്കിയും കൂടി കേൾക്കാം. ഇപ്പൊ അവിടെ നിന്നൊക്കെ ദൈവം എനിക്ക് മറുപടി തന്നത്, ഇങ്ങനെ ഒരു അസുഖം വന്നത് കൊണ്ട് നാളെ നിനക്ക് പറയാൻ പറ്റും ഇങ്ങനെ ഒരു അസുഖത്തിൽ നിന്ന് ദൈവം വിടുവിച്ചു. ഇപ്പം ഒരുപാട് പേരുടെ സ്നേഹവും ഒരുപാട് പേരുടെ പ്രാർത്ഥന സത്യമാണെന്ന് തെളിയിക്കാൻ പറ്റുമെന്ന് എനിക്ക് അങ്ങനെ ചിന്തിച്ചു. ദൈവം എനിക്ക് അങ്ങനെ ഒരു മറുപടി തന്നു. കാരണം ഞാൻ തിരിച്ചു വരുമെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. വീണ്ടും വീണ്ടും രേണുസുതി ഇങ്ങനെ തന്നെ പറയുന്നുണ്ട്, തിരിച്ചു വരും രേണുവേ, തിരിച്ചു വരാതെ എങ്ങോട്ട് പോകാനാണ്, ഉറപ്പായിട്ടും തിരിച്ചു വരും. ബാക്കിയും കൂടി കേൾക്കാം. ഞാൻ ഓടി നടന്ന സ്ഥലങ്ങള്, അത് ആ ചിന്തയിൽ മെമ്മറിയിൽ വരുമ്പോൾ നമുക്ക് വിഷമമേ വരത്തുള്ളൂ. അപ്പൊ ഇനി അത് ചിന്തിക്കണ്ട, കഴിഞ്ഞത് കഴിഞ്ഞു, പാസ്റ്റ്. നമ്മൾ ഇനി നാളത്തെ പറ്റി, ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഞാൻ വന്നു കഴിഞ്ഞു. എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, എനിക്ക് എന്തൊക്കെയാണ് എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ചെയ്യാനുള്ളത്, എന്നെ സ്നേഹിച്ച് എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്, അല്ലെ എന്നെ സ്നേഹിച്ച ഒരുപാട് വ്യക്തികളുണ്ട്, പേര് പറയാത്തവരും പേര് പറഞ്ഞവരും ഒരുപാട് പേര് ഉണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ എന്ത് നല്ലത് കൊടുക്കണം, എന്നിൽ നിന്ന് എന്താണ് അവർ ആഗ്രഹിക്കുന്നത്, ഇതൊക്കെ പിന്നെ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിന് കുറച്ച് ധൈര്യം കിട്ടി. ഒരു കാര്യത്തിലേ ഉള്ളൂ വിഷമം, ഋതപ്പന്റെ കാര്യത്തിൽ ഭയങ്കര വിഷമമാണ്. പക്ഷെ അവന് എന്നെക്കാളും മനസ്സിന് ഭയങ്കര കട്ടിയുള്ള ഒരു കുട്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി. കഴിഞ്ഞ ദിവസം ആണേലും അവൻ പറഞ്ഞ ഹോസ്പിറ്റലിലെ വെളിയിൽ വന്ന എന്നെ കാണാനൊന്നും പറ്റത്തില്ലെന്ന് അവനറിയാം. ICUയിൽ വന്നാലും ICUയുടെ വെളിയിൽ വന്നാലും എന്നെ കാണാൻ പറ്റത്തില്ല. അവൻ അത്ര അറിവുള്ള കുട്ടിയാണ്. അപ്പൊ ഓക്കെ, ഋതപ്പന് ചെറിയ കുട്ടിയാണ്. ഒരു കാര്യം രേണുവിനോട് പറയാം. ഋതപ്പന്, അതായത് ഒരു പെൺകുട്ടിയൊന്നുമില്ല, ഒരു ആൺകുട്ടിയാണ് ഋതപ്പന്. അവനൊരു ചേട്ടനുണ്ട്, നമ്മുടെ രാഹുൽ ദാസ്, നമ്മുടെ കിച്ചു ഈ പറയുന്ന ഋതപ്പനുണ്ട്. അതുകൊണ്ട് ഋതപ്പനെ ഓർത്തിട്ട് രേണുസുതി വിഷമിക്കേണ്ട കാര്യമില്ല എന്നാണ്. ഇപ്പൊ രേണു എന്തായാലും ഒരു അടുത്ത മാസം അല്ലെങ്കിൽ 10-15 ദിവസം കഴിഞ്ഞാൽ മുമ്പത്തെ പോലെ രേണു തിരിച്ചു വരും. പിന്നെ ഈ ഋതപ്പനെ പിടിച്ചിട്ട് റിച്ച് ഉണ്ടാക്കുന്നതാണോ, അതായത് സെന്റിമെന്റ്സ് ഇറക്കുന്നതാണോ എന്ന് എനിക്ക് പേഴ്സണലി സംശയമുണ്ട്. നിങ്ങൾ പറയും നീ എന്താടാ കരുണയില്ലാത്തവനെ, അവർ ഈ നിലയിലും രേണു ഈ നിലയിലിരിക്കുമ്പോഴും ഇങ്ങനെ എന്തിനു പറയുന്നു എന്ന് കുറെ പേര് പറയും. പൊന്നു പ്രേക്ഷകരെ, ആദ്യം പറഞ്ഞതുപോലെ വീണ്ടും ആവർത്തിക്കുന്നു, രേണുവിന്റെ മഹാരോഗത്തെ ഒന്നും പറയുന്നില്ല. അവർ പറയുന്ന വാക്കിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. ബാക്കിയും കൂടി കേൾക്കാം. വീട്ടുകാർ വരുമെന്ന് പറഞ്ഞപ്പോ ഇവൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, ഞാൻ വന്നാലും അമ്മയെ കാണാൻ പറ്റത്തില്ല. അവനറിയാം, അത്ര അറിവുള്ളൊരു കൊച്ചാണ്. അത് എന്തായാലും ദൈവം അവന് അത്ര അറിവ് കൊടുത്തല്ലോ. പിന്നെ എനിക്ക് വളരെ ഒരു വിഷമം ഉണ്ടായിരുന്നു, അവൻ ആരും ഇല്ല എന്നൊരു ചിന്ത. ഒരിക്കലും വിഷമിക്കേണ്ട വന്നിട്ടില്ല. കാരണം എൻ്റെ ചേച്ചിയുടെ മക്കളാണേലും അവനെ സ്വന്തം സഹോദരനെ പോലെയാണ് നോക്കുന്നത്. 3 പേരും ഒരുപോലെയാണ്, അവരൊരുപോലെയാണ് വളരുന്നത്. എനിക്ക് ഒരു വിഷമം ഇങ്ങനെ ഉള്ളിൽ കിടന്നു, അവന് എനിക്ക് എന്തെങ്കിലും പറ്റി, അവൻ ആരുമില്ലല്ലോ എന്ന്. പക്ഷെ ആ ഒരു വിഷമത്തിൽ നിന്ന് എനിക്കത് ഞാൻ കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞ സത്യമാണ്. ആ 2 പിള്ളേരും, എൻ്റെ ചേച്ചിയുടെ മക്കൾ, എൻ്റെ 2 മക്കളും അവനെ പൊന്നുപോലാണ് നോക്കുന്നത്. പൊന്നു പ്രേക്ഷകരെ, ഞാൻ രേണുവിനെ വിമർശിക്കുന്നതല്ല, പറയേണ്ടി വരുന്നുണ്ട്. രേണു പറയിപ്പിക്കുന്നതാണ്. ആദ്യം തന്നെ പറയുന്നുണ്ട് എനിക്ക് ഋതപ്പനെ ഓർത്തിട്ട് വല്ലാത്ത ടെൻഷനാണ് എന്നാണ്. അതിനുശേഷം പറയുന്നുണ്ട് എനിക്ക് ടെൻഷനൊന്നുമില്ല, ചേച്ചിയുടെ മക്കൾ നല്ല രീതിയിൽ നോക്കുന്നുണ്ടെന്നാണ്. പിന്നെ എന്തിനാണ് ഈ ഒരു ടോപ്പിക്, ഈ ഒരു സാധനം ഇവിടെ എടുത്ത് പറയുന്നത്? രേണു റീച്ചിന് വേണ്ടിയിട്ട് എന്തിനാണ് ആ പിഞ്ചോമന പൈതളിനെ വെറുതെ വിടും? ഞാനൊരു കാര്യം പറയാം, ഋതപ്പനെ അറിയാത്ത ആരുമില്ല ഈ കേരളത്തിൽ.
സാധാരണ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവർ രേണു സുധിയെ കുറിച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കിച്ചുവിന്റെ പേരും റിതപ്പന്റെ പേരും എല്ലാവരും പറയും. രേണു തന്നെ പറഞ്ഞു, രേണു ഇല്ലാതായാൽ എന്താവും, രേണു സുധി ഇല്ലാതാവരുത്, ഇല്ലാതായി കഴിഞ്ഞാൽ റിതപ്പനെ നോക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. കാരണം രേണു സുധി വിഷയം സമൂഹത്തിൽ ചർച്ചയായതാണ്. പോരാത്തതിനത് പിഞ്ചോമന പൈതലല്ല, 13 വയസ്സായിട്ടുള്ള, എന്തായാലും 4-5 വർഷം കഴിഞ്ഞാൽ പക്വത. ഇവ പറഞ്ഞാൽ മനസ്സിലാവും ആ പയ്യന്. ഏതായാലും 8-9 പഠിക്കുമെന്ന് തോന്നുന്നുണ്ട്. അതായത് ഒരു കാര്യം നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നൊരു പയ്യനാണ്. അതുകൊണ്ട് ഇത്ര വലിയ പേടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ലെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ബാക്കിയും കൂടി കേൾക്കാം. സ്വന്തം സഹോദരങ്ങൾ എങ്ങനെയാണോ ഒരു അമ്മയുടെ വയറ്റിൽ എങ്ങനെയാണോ പിറന്ന് ആ പിള്ളേർ എങ്ങനെയാണോ കാണുന്നത്, അങ്ങനെ അവനെ ചേർത്ത് പിടിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ വീട്ടുകാരാണെങ്കിലും എല്ലാവരും അവനെ പൊന്നുപോലെ നോക്കുന്ന പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് ഭയങ്കര സന്തോഷമാണ്. ഞാൻ തിരിച്ചു വരാനുള്ള ഒരു ആഗ്രഹമുണ്ട്. പിന്നെ മനസ്സിനധികം വിഷമിക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞു. ഫോൺ യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞ് ഞാൻ ഫോൺ യൂസ് ചെയ്യത്തില്ല. ഇതെന്റെ വരുമാന മാർഗമാണ്, എനിക്ക് വേറെ വഴിയില്ല. എനിക്ക് തോന്നുന്ന വിവാദം നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്നോടൊന്നും ആരും പറഞ്ഞില്ല. ഒരുപാട് പൈസ ആവശ്യമാണ് ഇനി എനിക്ക് തിരിച്ചു വരണമെങ്കിൽ. അപ്പൊ എനിക്കിത് കൂടിയേ പറ്റത്തുള്ളൂ. എന്റെ യൂട്യൂബ് ചാനൽ വരുമാനം അല്ലാതെ എനിക്ക് വേറെ മാർഗം എനിക്കില്ല. അപ്പൊ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നവർ സബ്സ്ക്രിപ്ഷൻ ചെയ്യുക ഈ ഒരു ചാനല്. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ കഴിവതും നിങ്ങൾ എന്നെ പറ്റി പഴയതെന്നും ഈ എന്നെ അവഹേളിക്കുന്നവര് പറയുന്ന കാര്യങ്ങൾ, പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി അത് വീണ്ടും വീണ്ടും ആസ്വദിക്കാതെ, എന്നെ പോലുള്ള ഒരുപാട് രോഗികളുണ്ട് ക്യാൻസർ ആയിട്ട് ഭാരപ്പെടുന്നത്. അത് ആ വിഷമം വരുന്നവർക്കേ മനസ്സിലാകത്തുള്ളൂ, അല്ലെങ്കിൽ ആ കുടുംബത്തിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകത്തുള്ളൂ. രേണു ഒരു കാര്യം മനസ്സിലാക്കണം. രേണുവെ, രോഗം വെച്ചിട്ട് കളിക്കരുത്. അതായത് പറയുന്നത് ഞങ്ങളാണ് ഇപ്പോൾ വലിയൊരു തെറ്റുകാര്, പഴയത് ഞങ്ങൾ പൊക്കുന്നു എന്നാണ്. ആ ബിഷപ്പിനോട് അടങ്ങിയിരിക്കാനൊന്ന് പോയി പറയണം. ആ ബിഷപ്പാണ് ഓരോന്ന്, അതായത് ഞങ്ങളെ പറ്റി എന്തൊക്കെയോ പറയുന്നത്. അപ്പോൾ ബിഷപ്പ് മുമ്പ് കാണിച്ച വൃത്തികേടും വോയിസ് ക്ലിപ്പും ഒക്കെ ഞങ്ങൾ പുറത്ത് വിടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് രേണുവിനെ ആരും കുറ്റം പറയുന്നില്ല, ആ ബിഷപ്പിനെയാണ്. അദ്ദേഹം മുമ്പ് എന്തൊക്കെയോ വൃത്തികേട് ചെയ്ത ഓഡിയോ ക്ലിപ്പും വോയിസ് ക്ലിപ്പും ഞങ്ങൾ ഇപ്പോൾ പുറത്ത് വിടുന്നുണ്ട്. ഇപ്പോൾ രേണു എല്ലാ കുറ്റം ഞങ്ങളെ തലയിൽ വെച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ബാക്കിയും കൂടി കേൾക്കാം. കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഒരാഴ്ചയായിട്ട് അവള് ഹോസ്പിറ്റലിൽ ICUയിൽ അഡ്മിറ്റ് ആയിരുന്നു. കാരണം 2nd കീമോ കഴിഞ്ഞതിന് ശേഷമുള്ള വോമിറ്റിങ്ങും ലൂസ് മോഷനും കാരണം ഒരാഴ്ചയായിട്ട് ഹോസ്പിറ്റലിൽ ICUയിലായിരുന്നു. ഇന്ന് ഡിസ്ചാർജ് ആയി വന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ മെഡിസിൻ്റെ കാര്യത്തെക്കുറിച്ചൊരു എല്ലാവരും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കൂടി കുറേ ബ്ലോഗേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് AI ആണെന്നും അങ്ങനെ ഞങ്ങളത് ഉണ്ടാക്കിയതാണെന്നും ഒക്കെ പറയുന്നു. പക്ഷേ അതിനകത്ത് ഞങ്ങൾ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. കാരണം അത് ഞങ്ങളുടെ സാഹചര്യം കൊണ്ടാണ് ആ ബില്ല് ഞങ്ങൾക്കത് പറയേണ്ട പോലും വന്നത്. കാരണം രേണുവിന് ക്യാൻസർ എന്ന രോഗമില്ലെന്നും പിന്നെ ആ ബില്ല് AI ആണെന്നും ഉണ്ടാക്കിയതാണെന്നും മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടിയാണെന്നും ഒക്കെ ഇതുപോലെ സമൂഹ മാധ്യമത്തിൽ കൂടി ചില ബ്ലോഗേഴ്സ് നിരന്തരം വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ആ ബില്ലിനെ കുറിച്ചും ആ മെഡിസിനെ കുറിച്ചും പറയേണ്ട സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ആ ബില്ലിനെ കുറിച്ചും ഇപ്പോൾ അത് ഭയങ്കര വിവാദമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അത് സത്യമാണെന്നുള്ള കാര്യം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആർക്കും നുണ പറയാൻ പറ്റില്ലാത്ത കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള നിയമ സംവിധാനങ്ങളും നമ്മുടെ ആരോഗ്യ സംഘടനകളും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇത്ര വൈബ്രൻ്റ് ആയിട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആ ഒരു മെഡിസിനെ കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ ആ ബില്ലിൽ അതിൻ്റെ നമ്പരും കാര്യങ്ങളും. ഓക്കെ, രേണുവിന്റെ ചേച്ചിയോട് ഒരൊറ്റ കാര്യം പറയാം. നിങ്ങളെ മാത്രം ജനങ്ങൾ സംശയിക്കാൻ എന്ത് കാര്യം? നിങ്ങൾ ഈ പറയുന്ന രേണുവിനെ ഈ രോഗം കൊണ്ട് മല്ലടിക്കുമ്പോൾ ഞാൻ വിമർശിക്കുന്നതല്ല എൻ്റെ പൊന്നു ചേച്ചി. ഓരോ ദിവസവും വന്നിട്ട് നുണ പറയുമ്പോൾ അത് കയ്യോട് പിടിക്കുമ്പോൾ ആരായാലും ചോദ്യം ചെയ്യപ്പെടും. ഇവ വേറെ എത്രയോ രോഗികളുണ്ട്, ആരെയും ഒരു യൂട്യൂബർമാരും സംശയിക്കുന്നില്ല. നേരെ മറിച്ചിട്ട് രേണുവിൻ്റെ കാര്യത്തിൽ മാത്രം എന്തുകൊണ്ട് ഇടപെടുന്നു? അത് ഒന്നിന് പിറകെ ഒന്നിങ്ങനെ നുണ പറയുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് എല്ലാവരും സംശയിച്ചത്. ഇന്നും ആ ഒരു ബില്ലിനെ കുറിച്ചിട്ട് സംശയമുള്ള എത്രയോ പേര് ഇന്നും കേരളത്തിലുണ്ട്. അതിന് കാരണം നിങ്ങൾ തന്നെയാണ്, രേണു സുധി തന്നെയാണ്. ഓക്കെ, നമുക്ക് ചേച്ചി പറയുന്ന ബാക്കിയും കൂടി കേൾക്കാം. നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്, സഹായിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ മുമ്പിൽ ഞങ്ങൾക്ക് നമ്മുടെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തണം. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ അന്ന് അതിനെക്കുറിച്ച് പറഞ്ഞതും എല്ലാം. അല്ലാതെ നമുക്ക് അവരുടെ രോഗത്തെക്കുറിച്ചോ ഈ മെഡിസിൻ്റെ കാര്യത്തെക്കുറിച്ചോ ഒരു കള്ളത്തരവും പറയേണ്ട കാര്യമില്ല. പിന്നെ
അതിനകത്ത് കുറേ ക്യാൻസർ പേഷ്യൻസിൻ്റെ വോയിസ് ഒക്കെ എടുത്തിട്ടിട്ടുണ്ട് അവരങ്ങനെ. പക്ഷേ എനിക്ക് തോന്നുന്നില്ല, കാരണം നമ്മുടെ കുടുംബത്തിലോ നമുക്ക് ആർക്കെങ്കിലോ ഇങ്ങനൊരു അവസ്ഥ വന്നാൽ മാത്രമേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. എനിക്ക് തോന്നുന്നില്ല അതൊരിക്കലും ഒരു ക്യാൻസർ പേഷ്യൻസ് ആണ് അത് പറയുന്നതെന്ന് എനിക്കത് തോന്നുന്നില്ല. അവരായിരിക്കില്ല. കാരണം ഈ ഒരു രോഗം വന്ന് അത് അനുഭവിച്ചവരോ അല്ലെങ്കിൽ ഈ ഒരു രോഗം വന്ന നമ്മുടെ ബന്ധുക്കാരെ കണ്ടു നിൽക്കുന്നവരോ ആരും ഒരിക്കലും അവരെ കൊണ്ട് പറ്റില്ല അങ്ങനൊരു വേറൊരാളെ കുറിച്ച്, വേറൊരു രോഗിയെ കുറിച്ച് കുറ്റം പറയാൻ അവർക്ക് പറ്റില്ല. അപ്പോൾ ആ വോയിസ് ഒക്കെ അങ്ങനെയുള്ളവർ പറഞ്ഞതാണോ എന്ന് പോലും സംശയമുണ്ട്. അത് ഈ ബ്ലോഗേഴ്സ് അതൊക്കെ കെട്ടിച്ചമച്ചുന്ന കഥകൾ തന്നെയാണെന്നാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, രേണുവിൻ്റെ ചേച്ചിയെ വളരെ വളരെ മോശം. നിങ്ങൾ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്, പച്ച റോങ് ആണ്. കാരണം ക്യാൻസർ രോഗികൾ അയച്ചു തരുന്ന ഓഡിയോ ക്ലിപ്പാണ് ഞാനും സന്ദീപ് എടപ്പാലും ഒക്കെ വെക്കുന്നത്. ഇപ്പോൾ പറയുകയാണ് അതല്ല എന്ന്. പൊന്നു ചേച്ചിയെ, നിങ്ങൾ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ ക്യാൻസർ എന്ന മഹാരോഗം അതായത് പല സ്റ്റേജുകളായിട്ടുണ്ട് എന്നാണ്. അവർക്ക് ചിലപ്പോൾ ഇത്തിരി കുറഞ്ഞൊരു സ്റ്റേജ് ആയിട്ടുണ്ടാവും. അപ്പം നിങ്ങളത് ഫേക്ക് എന്ന് പറയാൻ ഒരു അവകാശം നിങ്ങൾക്കില്ല. ബാക്കിയും കൂടി കേൾക്കാം. അതുകൊണ്ട് അത് വെറുതെ നിങ്ങൾ എന്തിനാണ് ഇതുപോലൊരു മനുഷ്യനെ ക്രൂശിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള വോയിസുകൾ നിരന്തരം ഇട്ടുകൊണ്ടിരിക്കുന്നത്? ഇനിയെങ്കിലും നിങ്ങളതൊന്ന് മനസ്സിലാക്കുക. ആ ഡേറ്റ്, അതാ ഫാർമസിക്ക് ലൈസൻസ് കിട്ടിയ ഡേറ്റും ആ ഇയറുമാണ് അതിൽ എഴുതിയിട്ടിരിക്കുന്നത്. പിന്നെ അവളുടെ മെഡിസിൻ മേടിച്ച ബില്ലും അവളുടെ പേരും അതിൻ്റെ താഴെ തന്നെയുണ്ട്. പിന്നെ ഞാനത് മറച്ചു വെക്കാനായിട്ട് കള്ളത്തരം കാണിച്ചു. അങ്ങനെ ഒന്നും നിങ്ങൾ ഈ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന വിഷയം പോലെ ഞാൻ ഒരിക്കലും അത് ചിന്തിച്ചിട്ടല്ല അങ്ങനെ ചെയ്തത്. ഞാൻ ആ ബില്ല് പ്രൈസ് അതിന് അത്രയും വിലയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ ബില്ലിൻ്റെ ആ പ്രൈസ് മാത്രം ഒന്ന് കാണണമെന്ന് വിചാരിച്ചുള്ളൂ. അല്ലാതെ നിങ്ങളെപ്പോലെ മനസ്സിൽ വിഷം നിറച്ചിട്ട് സംസാരിക്കുന്നവരെ പോലെ അത് മറച്ചു വെച്ചതോ ഇല്ലാത്തത് ക്രിയേറ്റ് ചെയ്തതോ അങ്ങനെ ഒന്നും ചെയ്തതല്ല. പിന്നെ വീണ്ടും ആൾക്കാർ അവളെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് യൂട്യൂബിൽ. ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത് രേണു എന്തിനാണ് മറ്റ് ഇന്റർവ്യൂ കൊടുക്കുന്നത്, മറ്റ് മീഡിയയിൽ എപ്പോഴും സംസാരിക്കുന്നത്, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സംസാരിക്കുന്നത്, രേണുവിന്റെ സ്വന്തം ഒരു ചാനലിൽ രേണുവിന് പറയാനുള്ളത് പറഞ്ഞാൽ പോരെയെന്ന് നിരന്തരം വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവളുടെ സാഹചര്യം കൊണ്ടാണ് അവൾ ഈ യൂട്യൂബ് ചാനലുമായിട്ട് മുന്നോട്ട് പോകുന്നത്. കാരണം നിങ്ങളന്ന് പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങൾക്കത് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. അതൊരു പെയിൻ കില്ലറോ അങ്ങനെയുള്ള മെഡിസിൻ ഒന്നും അല്ല, അതൊരു ലൈഫ് സേവിങ് മെഡിസിൻ ആണ്. അത് അന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ 6 കീമോ കഴിഞ്ഞ് വീണ്ടും അത് ആവശ്യമായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ട സാമ്പത്തികം വേണം. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഈ യൂട്യൂബ് ചാനലുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത് മാത്രമേ ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ. ഇപ്പോഴും ഇതുപോലെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാതെ അവൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുക. പിന്നെ അവൾക്ക് ക്യാൻസർ ഇല്ലെന്നും മെഡിസിൻ്റെ ബില്ല് കള്ളത്തരമാണെന്നും ഒരുപാട് പേര് ഇപ്പോഴും ക്രൂശിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവർക്ക് ഇത് മനസ്സിലായിട്ടാണോ അതോ അവർക്ക് മനസ്സിലായിട്ടും റീച്ചിന് വേണ്ടി അവർ കാണിക്കുന്നതാണോ എന്ന് ഞങ്ങൾക്കറിയില്ല. ദൈവത്തെ ഓർത്ത് നിങ്ങൾ അവളെ ഒന്ന് ഉപദ്രവിക്കാതിരിക്കുക. അതുപോലെ രേണുവിന്റെ ചേച്ചിയോട് ഒരൊറ്റ കാര്യം പറയുകയാണ്, നിങ്ങൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഫുള്ളായിരുന്നു കാരണം. അതിൻ്റെ കുഴപ്പമാണ്. പൊന്നു ചേച്ചി, ഞങ്ങൾ രേണുവിനെ എവിടെയും വിമർശിക്കുന്നില്ല, രേണുവിന്റെ രോഗത്തെ എവിടെയും വിമർശിക്കുന്നില്ല. രേണു മുമ്പ് പച്ചക്കളവ് പറഞ്ഞത് കൊണ്ട് ബില്ലിനെ കുറിച്ചിട്ട് എല്ലാവർക്കും സ്വാഭാവികമായിട്ടും ഡൗട്ട് ഉണ്ട്. ഉന്നതരായിട്ടുള്ള മാധ്യമ പ്രവർത്തകരൊക്കെ പറയുന്ന ക്ലിപ്പുകൾ സൈഡിൽ വെച്ചിട്ടാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം പറയാം, ചില ക്യാൻസർ രോഗികൾ അവർ അയച്ചു തരുന്ന ഓഡിയോ ക്ലിപ്പാണ് ഞങ്ങൾ വെക്കുന്നത്. ഓക്കെ, അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയുമായി ഉടൻ വരാം. ഓക്കെ, ബൈ.